നമ്മളെല്ലാവരും ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ത്രില്ലിലാണ്. മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസാരത്തിലൊക്കെ അവരാണ്, നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ അവരാണ്. വെറുതെ ഒന്ന് വണ്ടി ഓടിച്ചു പോയാൽ 200 അടി ഫ്ലക്സ് അർജൻറ്റീനയുടെ ടീമുണ്ടെങ്കിൽ അടുത്ത് 300 അടി ഫ്ലക്സ് എങ്ങനെ വയ്ക്കാമെന്ന് പോർച്ചുഗൽ ഫാൻസ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാവർക്കും ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. ഇപ്പോൾ നല്ലതാണ്, ഏറ്റവും സന്തോഷമുള്ളൊരു കാലഘട്ടമാണ് ഇങ്ങനെയൊക്കെ ഒരു കോസിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഇതിൽ തെറ്റൊന്നും പറയാനില്ല. ഈ സമയത്ത് എന്നെ ചിന്തിപ്പിക്കുന്നൊരു കാര്യം, ഒരു ഗാലറി മുഴുവനും ചില വ്യക്തികൾക്ക് വേണ്ടി കൈയടിക്കുകയാണ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു സ്പിരിറ്റ് എല്ലാവർക്കും ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ട്. ഈ വ്യക്തികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവർക്ക് വേണ്ടി കൈയടിക്കാനും അവർക്ക് വേണ്ടി ഫാൻസ് തുടങ്ങാനും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും മടിക്കാത്ത കുറേ അധികം മനുഷ്യർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതാണ് അവരെ കൂടുതൽ കളിക്കാനായി പ്രേരിപ്പിക്കുന്നത്. എൻ്റെ സംശയം ഇതൊന്നുമല്ല. ഒരു പക്ഷേ ഈ ഗാലറി ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കയ്യടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രശംസ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഇത്രയും നന്നായിട്ട് അവർ പെർഫോം ചെയ്യുമായിരുന്നോ? ഈ ലെവലിൽ അവരെത്തുമായിരുന്നോ? ഇന്ന് ഗോസ്പൽ യേശു പറയുന്നത് അതാണ്. നിങ്ങൾ കയ്യടി കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, ആരും കൊള്ളാമെന്ന് പറയാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, മറ്റുള്ളവരെ കാണിക്കാൻ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരപ്പനെ കാണുന്നതെല്ലാം ചെയ്യും. കഥ കടച്ച് നിങ്ങൾ മുറിയിൽ നിന്ന് നിങ്ങളുടെ അപ്പനറിയാനെല്ലാം ചെയ്യും. അതുകൊണ്ട് ഈ മനുഷ്യരെ കയ്യടി നേടി മനുഷ്യർ കൊള്ളാമെന്ന് പറഞ്ഞ് മനുഷ്യർ ഫാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് അധികം സമയമൊന്നുമില്ല. നമ്മളെക്കാളും പെർഫോം ചെയ്യുന്നവർ വരുമ്പോൾ നമ്മൾ ഔട്ടാവും. പക്ഷെ അപ്പനെ കാണിക്കാൻ എന്ത് ചെയ്താലും നമ്മളങ്ങനെ ഔട്ടാകില്ല. നമുക്ക് വേണ്ടി കൈയടിക്കാൻ സ്വർഗം ഉണ്ടാവും, അവിടെ ഒരു അപ്പനുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യരുടെ കൈയടി നേടി മനുഷ്യരുടെ പ്രശംസ ആർജിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ചെയ്യരുതെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ പറയുന്നത്. അപ്പൻ കാണിക്കാനെല്ലാം ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ